ആകെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കുനിഞ്ഞുപോയ മനുഷ്യനാണ്. നിങ്ങൾക്ക് വേണ്ടി എത്രയോ ഭാരമേറ്റിയിട്ടുള്ള മനുഷ്യനാണ്. എത്രയോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റിയിട്ടുള്ള മനുഷ്യനാണ്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അത് നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മനുഷ്യനാണ്. ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ആ മനുഷ്യനെ നിങ്ങൾക്ക് ആകെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ ഭാരം ഒന്ന് കുറച്ചു കൊടുക്കുക. രക്ഷിതാക്കളും മക്കളെ കൊണ്ട് നരകത്തിൽ പോകുന്നവരായിരിക്കും. കാരണം ഷർഹു ഉഖൂദുൽ ലജീൻ എന്ന ഗ്രന്ഥം പറയുന്നു ദീൻ പഠിപ്പിക്കാത്തുണ്ട്. ബാക്കിയൊക്കെ ഉണ്ടോ? 6ാം ക്ലാസ് മദ്രസ ഒഴിവായിട്ടുണ്ടോ? എന്താ ആചാര്യ മോളെ മദ്രസയിലേക്ക് ആക്കാത്ത? 7ാം ക്ലാസ് അവള് ഉണ്ടായ നല്ലായിരുന്നു. കാരണം പൊതുപരീക്ഷയല്ലേ, റാങ്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മദ്രസയുടെ അഭിമാനല്ലേ. അപ്പൊ മൂപ്പരെ മറുപടി സദർസ്ഥാനോട് വലുതായില്ലേ, അത്യാവശ്യം വലുതായില്ലേ, SLCക്ക് പോകുന്നുണ്ട്, +2 പോകുന്നുണ്ട്, ഡിഗ്രിക്ക് പോകുന്നുണ്ട്. അതുണ്ടല്ലോ മദ്രസയിലേക്ക് വരാനുള്ള പുറത്ത് ഇടുമ്പോൾ വലുത്, യൂണിഫോം ഇടുമ്പോൾ ചെറുത്. എന്നൊരു കാര്യം ചെയ്തോളി, പേര് മാറ്റിക്കോളി, മാജിക് ഫാത്തിമ കേട്ടാ. മദ്രസയിലേക്ക് പോകുമ്പോൾ വലുത്. ആരോടാ ഈ ഉടായിപ്പ്? എന്തിനാ ഈ ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കണം എന്ന് പറയുന്ന അറിയാം? ആചാരെ നിങ്ങൾ മരിച്ചിട്ട് ഖബറിലെത്തിയാല് അവിടെ വന്നിട്ട് ഫാത്തി വന്ന ഒരു മോന്, വീട്ടിൽ നിന്ന് ഫാത്തി വന്ന ഒരു മോള്, അതിനാണ് ഉസ്താദ് പറയണം. വേറെ ഒന്നിനല്ല. മക്കളെ കൊണ്ട് സ്വർഗം കിട്ടിയവരാകുന്നു രക്ഷിതാക്കളും. മക്കളെ കൊണ്ട് നബി പറഞ്ഞ ഉമ്മാടെ ദുആ മതി മക്കളെ നമുക്ക് രക്ഷപ്പെടാൻ. എടാ, എത്ര കടവും എത്ര നഷ്ടത്തിലാണെങ്കിലും പോയിട്ടൊന്ന് പറ. ഉമ്മാടെ ഒരു വാക്ക് പോലെ. ചില സമയങ്ങളിൽ സ്നേഹം കൂടുമ്പോൾ ഉമ്മ ഒന്ന് പറയാറുണ്ട്. ചില സമയങ്ങളിൽ സ്നേഹം കൂടുന്ന സമയത്ത് ഉമ്മാക്ക് ഇത്തിരി പരിഗണനയൊക്കെ കൊടുക്കുമ്പോൾ ഉമ്മ പറയുന്ന ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അൽഹംദുലില്ലാഹ്, ഒറ്റ വാക്ക് രക്ഷപ്പെട്ടു. കണ്ടുപിടിച്ചാലും വ്യഭിചരിച്ചാലും പലിശ തിന്നാലും വഞ്ചിച്ചാലും എന്തു പാപം ചെയ്താലും നമ്മുടെ റബ്ബ് പുറത്തു തരും. അല്ലാഹു ഗഫൂറ, അല്ലാഹു റഹീമ. ഗണപതിച്ചവനെ പൊറുക്കുന്നവൻ ആരുണ്ട് നീ അല്ലാതെ? അല്ലാഹ് നിന്നെ പോലെ പുറത്തു തരുന്ന ഒരാളീ ലോകത്താരല്ല. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തു. എടാ, മയ്യത്ത് കബറിനകത്ത് കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ അല്ലാഹ്. അത്രയും വലിയ പാപം ചെയ്ത ആരെങ്കിലും അവന് പോലും പുറത്തു കൊടുത്തവനാണ്. സ്വന്തം മക്കളെ ജീവനോടെ കുടിച്ചു കൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. അത്രയും നല്ല ഒരു റബ്ബ് നമുക്കുണ്ടല്ലോ. ആ റബ്ബിനോട് പറ, പൊറുക്കണ്ട പാപം സ്വയ്യതീ പൊറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീ അല്ലാതെ? അല്ലാഹുവോട് പറയണം, ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. അല്ലാഹുവേ, ഈ ദുനിയാവ് കണ്ടപ്പോ വീണുപോയി റബ്ബേ, എന്റെ നഫ്സ് പറഞ്ഞിട്ട് ചെയ്തു പോയതാ. അല്ലാഹുവേ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. അല്ലാ, നീ കണ്ടാൽ ഒരു ചുക്കും എനിക്കില്ലാതെ പറഞ്ഞിട്ട് ചെയ്തതല്ല. പറ്റിപ്പോയി. അപ്പൊ നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നിട്ടും ചെയ്തത് അഹങ്കാരം കൊണ്ടൊന്നുമല്ല, പറ്റിപ്പോയി റബ്ബേയാണ്, എനിക്കത് പുറത്തുതായെന്ന് അല്ലാഹുവിനോട് പറയുന്ന രീതിയിൽ. ഒരു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, പിന്നെ ഒരു പ്രാവശ്യം ആയത്തുൽ കുർസി, 3 പ്രാവശ്യം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്, 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, 1 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 1 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പിന്നെ 3 സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്ത് 3 പ്രാവശ്യം. ഇത്രയും എല്ലാ ദിവസവും ഓതാൻ പറ്റുമോ മുടങ്ങാതെ? എങ്കിൽ ഇൻഷാ അല്ലാഹ് വെച്ചടി കയറ്റമുണ്ടാകും. വെച്ചടി കയറ്റമുണ്ടാകും. കച്ചവടത്തിൽ ഖൈറുണ്ടാവാൻ, അതുപോലെ ശമ്പളം മുടങ്ങിക്കിടക്കുന്നു അത് തിരിച്ചു കിട്ടാൻ, അതുപോലെ സ്ഥാപനത്തിലേക്ക് ആളൊന്നും വരുന്നില്ല. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഇത് കൈനീട്ട കച്ചവടം പോലും കിട്ടുന്നില്ല എന്ന്. കൈനീട്ട കച്ചവടം എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ, അതുപോലും കിട്ടാതെ. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കച്ചവട സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഈമാൻ ഉറക്കാൻ സൂറത്തുൽ കാഫിറൂന്റെ ശ്രേഷ്ഠതയാണ്. നമ്മുടെ ഈമാൻ ഉറക്കും, ഈമാൻ പാറ പോലെ ഉറക്കാൻ, ഇബ്ലീസിന്റെ ശർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ. അതുപോലെ തന്നെ 4 പ്രാവശ്യം ഈ സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ നമുക്ക് എന്താ പ്രതിഫലം എന്നറിയോ? 1 ഖത്മ തീർത്ത പ്രതിഫലമാണ്.